മനുഷ്യരുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും പ്രധാനമായും രണ്ട് രീതിയിൽ വേർതിരിക്കാവുന്നതാണ്: ഇമോഷണൽ ആൻഡ് റേഷണൽ. മനുഷ്യബന്ധങ്ങളിൽ നാം യുക്തി കൊണ്ട് മാത്രം ഇടപെടുമ്പോൾ അവിടെ ലാഭനഷ്ടങ്ങളുടെ തുലാസിൽ മാത്രമേ ബന്ധങ്ങൾ അളക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇമോഷണൽ തിങ്കിങ്ങിനെ ഹൃദയം കൊണ്ട് ചിന്തിക്കുക എന്ന് ആലങ്കാരികമായി പറയാറുണ്ട്. ഹൃദയം കൊണ്ട് ചിന്തിക്കുമ്പോൾ അവിടെ സ്നേഹവും കരുതലും കരുണയുമൊക്കെ ആയിരിക്കും അളവുകോലായി മാറുന്നത്. ചിലപ്പോഴെങ്കിലും ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന മനുഷ്യനായി തീരുവാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അപ്രകാരം ഇന്നലേക്കാൾ അല്പം കൂടി അധികം സ്നേഹിക്കുവാൻ, കരുതുവാൻ, ചുറ്റുപാടുകളോടും സമസൃഷ്ടികളോടും കരുണ കാണിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കണമെന്ന് വളരെ വിനയത്തോടും സമർപ്പണത്തോടും സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ സഹായിക്കും, ദൈവം നമ്മെ അനുഗ്രഹിക്കും. ആമേൻ.